സ്ഥലം സന്ദർശിച്ച് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസമാണ് മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായി അറിയപ്പെടുന്ന കാസിൽ ഗാൻഡോൾഫയിലുള്ള പൊന്തിഫിക്കൽ കൊട്ടാരത്തിനടുത്തുള്ള സാന്താ മാർത്ത വൃദ്ധമന്ദിരത്തിൽ പാപ്പ സന്ദർശനം നടത്തിയത്. വൃദ്ധജനങ്ങൾ പ്രത്യാശയുടെ അടയാളങ്ങളാണെന്നും വാർദ്ധക്യം പ്രാർത്ഥിക്കാനുള്ള അവസരമാണെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. വൃദ്ധരായവരുടെ പ്രാർത്ഥനകൾ വളരെ വലുതാണെന്ന് പറഞ്ഞ പാപ്പ അവരുടെ പ്രാർത്ഥനകൾക്ക് നന്ദി അർപ്പിച്ചു. യേശു പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്നും യേശുവിന്റെ സാക്ഷികളാകുക എന്നതാണ് നമ്മുടെ വിളിയെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. 101. Auguri, grazie a lei. Grazie. Preghiamo insieme, bene. Lei si commuove. Si commuove tanto. Mi fa molto piacere poter venire. Bene. Buongiorno. Lei come si chiama? തുടർന്ന് പാപ്പ അവിടുത്തെ ചാപ്പലിൽ അല്പസമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. 80-നും 101-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം 20 വൃദ്ധരായ അമ്മമാരാണ് അന്തേവാസികളായ ഭവനത്തിലുള്ളത്. റോമൻ കാലത്തുള്ള ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം നിന്നിടത്തുള്ള കെട്ടിടമാണ് ഇന്ന് പാപ്പന്മാർ വേനൽക്കാല വസതിയായി ഉപയോഗിക്കുന്ന കാസിൽ ഗാൻഡോൾഫോ. ഇതിനോട് ചേർന്നാണ് വൃദ്ധമന്ദിരമുള്ളത്. ഓഗസ്റ്റ് 15 മുതൽ 17 വരെ കാസിൽ ഗാൻഡോൾഫോയിൽ ആയിരിക്കും ലിയോ 14 പാപ്പ ചെലവഴിക്കുക.